ഇക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓവർവ്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നേഷൻ എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് ഡെവലപ്ഡ് ആവുന്നത്, അതിന് പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതും കാലാകാലങ്ങളായിട്ടുള്ള ഓരോ പോളിസീസ് കൊണ്ടുവരുന്നതും പലതരത്തിലുള്ള മെഷർമെൻറ്റ്സ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. തിയറീസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വികസനം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതലുള്ള ഒരു ചരിത്രം പരിശോധിക്കണം. അപ്പോൾ ഏറ്റവും പഴയ കാലങ്ങൾ മുതൽ ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കുന്നത്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്നുള്ള രീതിയിൽ എടുക്കണം. അതായത് ഒരു പത്താം നൂറ്റാണ്ട് അല്ലെങ്കിൽ 11ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് വളരുന്നത് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആ രാജ്യത്തിലെ മണിയും ട്രേഡും എങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ഏകദേശം 1000 കൂടിയിട്ട് പടിഞ്ഞാറൻ യൂറോപ്പ് എന്ന് പറയുന്നതിന് വളരെ ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് യൂറോപ്പ് ഒരു ശക്തമായിട്ടുള്ള രാജ്യമായി മാറിയെന്നാണ് പറയുന്നത്. അതിൻ്റെ സമ്പദ് വ്യവസ്ഥ മോശമായിരുന്നു, അവരുടെ ഗവൺമെൻറ് സ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്പിലെ വ്യാപാരമൊക്കെ വളരെയധികം കുറഞ്ഞു. അതിന് ചുറ്റുമുള്ള ചൈനയും ഇന്ത്യയും ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ യൂറോപ്പിലെ ആളുകൾക്ക് കുറഞ്ഞ വരുമാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചൈന എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുകയും അവയുടെ ട്രേഡും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്തു. അങ്ങനെ 11ാം നൂറ്റാണ്ടിലാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഏഷ്യയുടെ സമ്പത്ത് പര്യവേഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. സോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ, അതായത് 11th സെഞ്ച്വറിയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഭയങ്കര റിച്ചസ്റ്റ് ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്തു, ഇവിടെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഈ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്തു, അവരുടെ എക്കോണമി ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഈസ്റ്റേൺ യൂറോപ്പ് തുടങ്ങിയവിടങ്ങളിൽ ഉള്ളവരെക്കാളൊക്കെ തന്നെ വളരെ വേഗത്തിലാണ് നമ്മളിപ്പോൾ പറയുന്ന വെസ്റ്റേൺ യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം കൂടാൻ വേണ്ടി തുടങ്ങി. അതുപോലെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നാവിഗേഷൻ, അല്ലെങ്കിൽ അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ, ബിൽഡിംഗ് ഷിപ്സ്, ബാങ്കിങ്, മിലിറ്ററി ടെക്നോളജി ഇതിലൊക്കെ തന്നെ കുറച്ചുകൂടി അവർ ശക്തമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പവർഫുൾ എംപയേഴ്സ് ആയിട്ട് മാറി എന്ന് വേണം പറയാൻ. അതുപോലെ 19ാം നൂറ്റാണ്ടിൽ വെനീസിൻ്റെ ആധിപത്യം മൂലമാണ്, അതായത് ട്രേഡിൽ വെനീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ആധിപത്യം മൂലമാണ് ഇറ്റലി എന്ന് പറയുന്ന ഒരു നഗരം വളരെയധികം ശക്തവും സമ്പന്നവുമായത്. അതുപോലെ തന്നെ 16ാം നൂറ്റാണ്ടിൽ നെതർലൻഡ്സ് ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത് വരെയും ഈ വെനീസിൻ്റെ ആധിപത്യം, അതായത് ഇറ്റലിയുടെ ആധിപത്യം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. അതിനുശേഷം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്ക അത് ഏറ്റെടുക്കുന്നത് വരെയും യുണൈറ്റഡ് കിങ്ഡം തന്നെയായിരുന്നു അവിടെ ആധിപത്യം നേടിയിട്ടുണ്ടായിരുന്നത്. 1ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് പലതരത്തിലുള്ള വികസിത രാജ്യങ്ങളിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് പോവേർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ എക്കോണമിക് ക്രൈസിസ്, ഇതൊക്കെ തന്നെ കുറച്ചുകൂടി ഇക്കണോമിക് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ പ്രശ്നങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ എന്നാൽ ഇപ്പോഴത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോവേർട്ടിക്കെതിരെയും അൺഎംപ്ലോയ്മെൻറ്റിനെതിരെയൊക്കെ തന്നെ സൊസൈറ്റീനെ കൂടുതൽ ഈക്വലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ വേൾഡ്സ് ഡെവലപ്ഡ് നേഷൻ സ്റ്റാർട്ടഡ് തിങ്കിങ് മോർ അബൌട്ട് അണ്ടർ ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ദ സ്കാർസ് ഓഫ് വേൾഡ് വാർസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അതായത് ഗ്രേറ്റ് ഡിപ്രഷനും വേൾഡ് വാറിനും ശേഷം ഉള്ള ഒരുപാട് മുറിവുകൾ കാരണം അവരെപ്പോഴും അണ്ടർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാനും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്, അതായത് വളർച്ചയിലും വികസനത്തിലും ആസൂത്രണത്തിലൊക്കെ തന്നെ വളരെയധികം താല്പര്യം ലോകം എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിലേക്കും നോക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. അതായത് ഡെവലപ്മെൻറ്റും അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൻ്റെ അല്ലെങ്കിൽ കൺട്രീസിൻ്റെ ഇഷ്യൂസും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് വേൾഡ് വാർ ഇറയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് വാറിനും അതുപോലെ ഗ്രേറ്റ് ഡിപ്രഷനും ശേഷമാണ് ഇങ്ങനൊരു തരത്തിലുള്ള, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബിഗിനിങ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇക്കണോമിക് ഇൻ ദി പോസ്റ്റ് വേൾഡ് വാർ ഇറ, അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
സോ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക മഹായുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു സമയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണ് ഒരുപാട് കോളനീസൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവുകയും അതുപോലെ തന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് കോളനീസ് പലതരത്തിലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തു. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ പോലുള്ള ഒരു കോളനിയും എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോളനികളൊക്കെ തന്നെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഫോർ ദ ലേറ്റ് 19th century the market economy was left to regulate itself. However, after the Great Depression in 1930s, Keynesian economists argued against this idea, advocating the government intervention to ensure resources were allocated efficiently. അതായത് ഈ ചലഞ്ചസിൻ്റെ ഇടയിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആക്കി വിടുകയാണ് ചെയ്തത്. അതായത് അവർ സ്വയം നിയന്ത്രിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1930 എന്തുണ്ടായിരുന്നു, ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതിന് ശേഷം കെയ്നീഷ്യൻ സാമ്പത്തിക വിദഗ്ധർ പറയാണ് ഈ ഒരു ആശയം ശരിയല്ല, ഈ റിസോഴ്സസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ തന്നെ സർക്കാർ ഇടപെടണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ the origin of modern development economics as a distinct discipline can be traced in the after the World War II. A separate field was needed to address the reconstruction efforts in East European countries and the newly independent colonies in Asia and Africa. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ മോഡേൺ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഉത്ഭവിച്ചു വരുന്നത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കൺട്രീസ് അത് അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ തന്നെ പുതിയ സ്വതന്ത്രരായിട്ടുള്ള ഒരുപാട് കോളനികൾ അതൊക്കെ തന്നെ ഉണ്ടായി വരികയാണല്ലോ. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് നേഷൻസ് വരികയാണ് ഉണ്ടാവുന്നത്. The publication of Rosenstein Rodin's article in 1943 sparked discussion about need for development policies, paving the way for the establishment of development economics as a new branch of study. അതായത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പുതിയ ശാഖയായിട്ട് വികസന സാമ്പത്തിക ശാസ്ത്രം ഉയർന്നു വരികയും അതായത് 1943 റോസസ്റ്റീൻ റോഡൻ്റെ ഒരു ലേഖനത്തിലാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നയങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചിട്ട് പറയുന്നത്. അതായത് വികസന നയങ്ങൾ ഓരോ നേഷൻസിനും ആവശ്യമുള്ളതിനെ കുറിച്ചിട്ടാണ് 1943 റോസസ്റ്റീൻ റോഡൻ്റെ ഒരു ലേഖനത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് തന്നെ പുറത്തു വരണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് എക്കണോമിക് എങ്ങനെയാണ് ഉയർന്നു വന്നത്, അതൊരു പോസ്റ്റ് വേൾഡ് വാർ ഇറയിൽ എങ്ങനെയാണ് അവർ ഉയർന്നു വന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. 1950കളിലാണ് നമ്മൾ ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനെ കൺട്രീസിനെയൊക്കെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് പോവേർട്ടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റ് കൺട്രീസ് അല്ലെങ്കിൽ ആളുകൾ താല്പര്യമുണ്ടാവുന്നത്. ഇത് ചെയ്യാനുള്ള രണ്ട് വഴികൾ, അതായത് ഒരു കൺട്രീനെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രീനെ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യിക്കാനുള്ള രണ്ട് വഴികളായിട്ട് അവർ പറഞ്ഞത് ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്തുമാണ്. ഇത് തമ്മിലുള്ള ഒരു ഡിബേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്ന ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പോൾ റോസസ്റ്റൈൻ റോഡൻ, റാഗ്നർ നക്സ്, ടിംബോ സ്റ്റിവോക്കി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ ബാലൻസ്ഡ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ആൽബർട്ട് ഹിഷമാനെ പോലുള്ള ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് ഗ്രോത്തിനെ വിമർശിക്കുകയും ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം, അതായത് ഡെവലപ്മെൻറ്റ് വികസന സാമ്പത്തിക ശാസ്ത്രം ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. ആ ഒരു കാലത്താണ് നമ്മൾ GNP എന്ന് പറയുന്ന കാര്യം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാര്യം ഉയർന്നു വരികയും അത് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. വ്യവസായങ്ങൾ ഇൻഡസ്ട്രിയൊക്കെ തന്നെ കൂടുതൽ കെട്ടിപ്പടുക്കുന്നത് ദാരിദ്ര്യം പരിഹരിക്കുമെന്ന്, അതായത് ഇൻഡസ്ട്രീസ് കൂടുമ്പോൾ ആ നേഷൻ പോവേർട്ടിയിൽ നിന്ന് മാറുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പദ്ധതികളൊക്കെ തന്നെ നമ്മൾ പറയുന്ന പോവേർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവഗണിക്കുകയും സമ്പന്നരെപ്പോഴും സമ്പന്നരായിട്ട് നിൽക്കുകയും മറ്റുള്ളവരെപ്പോഴും താഴ്ന്ന കിടയിൽ തന്നെ കിടക്കുകയും ചെയ്തു. എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമെന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്ന പല പോളിസീസും അവിടെ പ്രയോജനം ലഭിക്കുന്നത് സമ്പന്നർക്ക് മാത്രമായി തീരുകയും ചെയ്തു. ഇതായിരുന്നു ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്തിൽ പറയുന്നത്.
ട്രിക്കിൾ ഡൗൺ തിയറി പോലുള്ള തിയറീസ് സജസ്റ്റ് ചെയ്യുന്ന സമയത്തും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിലുണ്ടാവുന്ന സമ്പത്ത് സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനമാകും എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഈ ഒരു സ്ട്രാറ്റജീസാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനിലേക്ക് സ്വാധീനിച്ചത്. അതുപോലെ റോസ്റ്റോയുടെ സ്റ്റേജ് തിയറീസ്, അതുപോലെ തന്നെ ഡിബേറ്റ്സ്, അതുപോലെ ബാലൻസ്ഡ് വേഴ്സസ് അൺബാലൻസ്ഡ് ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ നമുക്കത് ക്വിക്കായിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്. ക്യാപിറ്റൽ അക്യുമുലേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്ത് ഇക്കണോമിസ്റ്റുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ നമ്മൾ പറയുന്ന പുവർ കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ ആശയങ്ങളായിരിക്കാം. അതായത് ഈ ക്ലാസിക്കൽ ന്യൂ ക്ലാസിക്കൽ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ക്ലാസിക്കലും മാർക്സിയൻ തിയറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ പറയാണ് പണം ചെലവഴിക്കുന്നതിനും പകരം ലാഭിക്കുകയാണ് വേണ്ടത്, അതിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ പെട്ടെന്നുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് കാരണമാകും എന്നാണ്. അപ്പോൾ മൂലധനം ശേഖരിക്കുന്നതിനെയാണ് ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പല തിയറീസും ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ലോകമെമ്പാടും ഫ്രീ ട്രേഡും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതുപോലെ പലതരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസും ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളൊരു കാര്യം, അതായത് എത്രയും പെട്ടെന്ന് വ്യവസായികവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുകയും, അതായത് എന്താണ് നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരണം എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. 1950-നും 60-നും ഇടയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ധാരാളം തൊഴിലാളികളെ ഉപയോഗിക്കുകയും വ്യവസായവൽക്കരണം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ ഉണ്ടാവുകയും ചെയ്തു. The less developed countries and centrally planned economies focused on investing in capital goods and importing labor-saving technologies from advanced countries. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നും ഈ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അതായത് LDCs എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്കോണമി പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയും പലതരത്തിൽ ലേബർ സേവിങ്സ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഒക്കെ തന്നെ മറ്റുള്ള നേഷൻസിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്തു. അങ്ങനെ ഇത്തരത്തിൽ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും 1980s കൂടിയിട്ട് ഇവർ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി വിത്ത് ദ കൊളാപ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കോണമീസ്. നമ്മൾ ഈ പറയുന്ന കേന്ദ്ര ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും തകരുകയാണ് 1980-കളോടുകൂടി ഉണ്ടായത്. അടുത്തത് ഡിക്ലൈൻ ഓഫ് ട്രിക്കിൾ ഡൗൺ ഗ്രോത്ത് തിയറിയാണ്. ട്രിക്കിൾ ഡൗൺ ഗ്രോത്ത് തിയറി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ GDPയിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവുന്നോ അത്രത്തോളം ഗ്രോത്ത് ഒരു സമൂഹത്തിലെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ടാവുന്നതാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ റിലയൻസ് ഓൺ ഗ്രോത്ത് റേറ്റ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഡിപ്രവേഷൻ വാസ് ചലഞ്ച്ഡ് ഇൻ ദി 70s. Gradually the focus of development literature shifted to basic human needs strategies. അതായത് നമ്മളിപ്പോൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എത്രത്തോളം GDPയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നോ അത്രത്തോളം സമൂഹത്തിൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് ബേസിക് ഹ്യൂമൻ നീഡ് സ്ട്രാറ്റജീസിലേക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഹ്യൂമൻ നീഡ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ഹെൽത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഈ ഒരു സ്ട്രാറ്റജീസിലേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുവർ കൺട്രീസിലുള്ള അവരുടെയൊക്കെ തന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വേയിലേക്ക് ഇത്തരത്തിലുള്ള വഴികളൊക്കെ കൊടുക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം കുറയ്ക്കുന്നതിനും സർക്കാരിൻ്റെ പിന്തുണ, അതായത് സർക്കാരിൻ്റെ മാക്സിമം സപ്പോർട്ട് നൽകുന്നതിനുള്ള സ്ട്രാറ്റജീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്
ഇതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ GDP ഉണ്ടാവുന്ന ഗ്രോത്ത് റേറ്റ് സാധാരണ ജനങ്ങൾക്കും, അതായത് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലഭിക്കും, അവരിലും ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്ന ആ ഒരു തിയറീനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് 1970s ഇത് ക്വസ്റ്റ്യൻ ചെയ്തത്. പകരം ബേസിക് നീഡ്സ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, വാട്ടർ, ഫുഡ്, അതുപോലെ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ബേസിക് നീഡ്സ് നിറവേറ്റുന്നതിൽ ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുകയും ഒരു പുതിയ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാനും ഒക്കെ തന്നെ ഈ ഒരു തിയറിയുടെ ഡിക്ലൈനോട് കൂടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരാൾക്ക് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബേസിക് നീഡ്സ് കൊടുക്കൂ, അതിനുശേഷം രാജ്യങ്ങൾ വളരും എന്നാണ് പറയുന്നത്. റൈസ് ഓഫ് നിയോ ലിബറലിസം ആണ് 4th പോയിന്റ് എന്ന് പറയുന്നത്. കോൾഡ് വാറിൻ്റെ സമയത്ത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി. അതായത് നമുക്കറിയാം വേൾഡ് വാർ 2 നടന്നു, അതിനുശേഷമാണ് കോൾഡ് വാർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് പല നേഷൻസ് തമ്മിലുള്ള പവർ ഡിവിഷൻ ഉണ്ടാവുകയും ആ ഒരു സമയത്ത് ഒരുപാട് നേഷൻസ് തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവുകയും, ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ തന്നെ അഭാവത്തോട് കൂടിയിട്ടാണ് പല നേഷൻസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പരസ്പരം ആശ്രയിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഈ ആശ്രയത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഉണ്ടാവുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കറിയാം കോൾഡ് വാറിൻ്റെ സമയത്ത് എണ്ണവിലയൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അത് വികസിത രാജ്യങ്ങളാവട്ടെ അവികസിത രാജ്യങ്ങളാവട്ടെ. അപ്പോൾ വളരെയധികം കടപ്രതിസന്ധി, അതായത് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണലും എക്സ്റ്റേർണലുമായിട്ടുള്ള രീതിയിൽ കൂടുകയും, അതായത് IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്രപരമായിട്ടുള്ള, അത് നമുക്കറിയാം ഇൻ്റർനാഷണൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ പല രീതിയിൽ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ലിബറലൈസേഷൻ പോലുള്ള തിയറീസൊക്കെ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നേഷൻസിനെയൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് 1980കളിൽ നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഡ്രിവൺ ഫ്രീ ട്രേഡ് ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റ്, നമ്മുടെ ആഗോള വിപണിയിൽ ലാഭം അധിഷ്ഠിത മാത്രം, അതായത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫ്രീ ട്രേഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിലെ മാർഗരറ്റ് താച്ചർ, അതുപോലെ അമേരിക്കയിലെ റൊണാൾഡ് റീഗൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഈ ഒരു ഫ്രീ ട്രേഡിനെ കുറിച്ചിട്ട്, അതായത് ഈ ഫ്രീ മാർക്കറ്റ് പ്രിൻസിപ്പളിനെയൊക്കെ തന്നെ വളരെയധികം പ്രൊമോട്ട് ചെയ്തു. എന്നിരുന്നാലും ചില രാജ്യങ്ങളൊക്കെ തന്നെ ആ ഒരു സമയത്ത് അവരുടേതായ രീതിയിൽ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരുന്നിട്ടും അവർ പലതരത്തിലുള്ള ഇഷ്യൂസും ആ ഒരു സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ ഡെവലപ്മെൻറ്റ് പെരിഷ്ഡ് വിത്ത് ഹൈ പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഇക്വാളിറ്റി. അതായത് അവരൊരു ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് ചെയ്ത സാധനം അച്ചീവ് ചെയ്തിട്ടും അവിടെ ഇത്തരത്തിലുള്ള ഇൻഇക്വാളിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, ഹൈ പോവേർട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ വളർച്ചയ്ക്കും, അതായത് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല പ്ലാനിങ് പോളിസീസ് കാര്യങ്ങളൊക്കെ തന്നെ വേണമെന്ന് ഇക്കണോമിസ്റ്റുകൾ തീരുമാനിക്കുകയും പുതിയ രീതിയിൽ പല പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇക്കണോമിസ്റ്റുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ എടുക്കുകയും ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ബിക്കം മോർ അവെയർ ഓഫ് ദിയർ ബാക്ക്വേർഡ്നെസ് ആൻഡ് ബിഗാൻ ഇംപ്ലിമെൻറ്റിംഗ് പ്രോഗ്രാംസ് ഫോർ റാപ്പിഡ് എക്കണോമിക് പ്രോഗ്രസ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബോധവാന്മാരാവുകയും അവരുടെ ഒരു ബാക്ക്വേർഡ്നെസ്സിന് എതിരെയായിട്ട് അവരൊരുപാട് പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ തന്നെ കൊണ്ടുവരികയും ചെയ്തു. 5th വൺ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്നാണ്. 5th പോയിന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്നാണ്. അതായത് അമർത്യ സെന്നിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഒരു കൺട്രിക്ക് ആവശ്യം, ആ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ആ കൺട്രിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ പീപ്പിളിൻ്റെയും ഡെവലപ്മെൻറ്റ് കൂടിയാണ്. അതായത് ഒരു ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവിലുള്ള ഗ്രോത്ത് എന്നാണിത് പറയുന്നത്. അതായത് ആളുകളൊക്കെ തന്നെ കൂടുതലായിട്ട് അവരുടെ ലൈഫിൽ ചോയ്സസ് ഉണ്ടാവണം. അതായത് ചോയ്സ് ചെയ്യാൻ, അതായത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഡിഗ്നിറ്റി തുടങ്ങിയ കഴിവുകളൊക്കെ തന്നെ മെച്ചപ്പെടുത്തുന്നതിലൂടെ അവർക്ക് എന്താണ് ഒരു വെൽഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം ലഭിക്കുമെന്നാണ് അമർത്യ സെൻ പറയുന്നത്.
ബീയിങ് ഹെൽത്തി ആൻഡ് എഡ്യൂക്കേറ്റഡ് ആർ എക്സാമ്പിൾ ഓഫ് ക്യാപ്പബിലിറ്റീസ്. അതായത് ഒരാൾ വളരെയധികം ആരോഗ്യത്തോടെ ഇരിക്കുന്നതും വിദ്യാഭ്യാസമുള്ളവനായിട്ട് ഇരിക്കുന്നതും അവരുടെ ഒരു ക്യാപ്പബിലിറ്റിയാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു എക്കണോമിക് ഗ്രോത്ത് എന്നതിലുപരി അവിടെ ഒരു ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോത്ത് കൂടിയിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, വെൻ ദീസ് ക്യാപ്പബിലിറ്റീസ് എക്സ്പാൻഡ് പീപ്പിൾ ഹാവ് മോർ ഫ്രീഡം ടു ചൂസ് ഹൗ ദേ ലീവ്. അതായത് ഈ ക്യാപ്പബിലിറ്റീസ് ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എങ്ങനെ താൻ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ആളുകൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നു. എക്കണോമിക് ഗ്രോത്ത് ഈസ് വേ ടു അച്ചീവ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഗോൾ. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വേ കൂടിയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒറ്റ ഗോള് മാത്രമല്ല ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനുള്ളതെന്ന് പറയുന്നു. സോ ദിസ് ഐഡിയ ഈസ് എ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ഡെവലപ്മെൻറ്റ് തിങ്കിങ് വിച്ച് മെയിൻലി ഫോക്കസ്ഡ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ആസ് എ അൾട്ടിമേറ്റ് എയിം. അതായത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങിൽ നിന്ന്, അതായത് ആദ്യം മുതലേ അവസാനം വരെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതിൽ നിന്നും ഒരു മാറി ചിന്തിക്കൽ, അതായത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ചിന്തയിൽ നിന്നൊരു മാറ്റമാണ് ഒരു ഹ്യൂമൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി, ഒരു ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവിലുള്ള ഡെവലപ്മെൻറ്റ് കൂടി ആവശ്യമാണ് എന്നാണ് പറയുന്നത്. സോ ഡെവലപ്മെൻറ്റ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്ന് പറയുന്നത് അമർത്യ സെൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 5 പോയിന്റ് എന്ന് പറഞ്ഞത് എന്തിലേക്കായിരുന്നു, ഈ വികസന സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജുമാണ്. അത് എന്താണ്, വേൾഡ് വാറിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 5 പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഡിഫൈനിങ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആഫ്റ്റർ, അതായത് പോസ്റ്റ് വാർ തോട്ട്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആഡം സ്മിത്തിൻ്റെ കാലം മുതൽ, അതായത് വെൽത്ത് ഓഫ് നേഷൻസ് മുതലുള്ള ഒരു മേഖലയാണ് നമ്മൾ പറയുന്നത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ the main goal is figuring out how low-income developing countries can escape poverty and achieve lasting economic progress. അതായത് താഴ്ന്ന വരുമാനമുള്ള ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എങ്ങനെയാണ് പോവേർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് പ്രോഗ്രസ് കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനകത്തുള്ളത്. അതുപോലെ ഈ ഒരു വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റും അണ്ടർ ഡെവലപ്മെൻറ്റും ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു നല്ല ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊട്ട ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആളുകൾ അത് എടുക്കാം. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലതും അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പൊട്ട എന്നുള്ള രീതിയിലും ആളുകൾ എടുക്കാം. പക്ഷേ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് എങ്ങനെ അണ്ടർ ഡെവലപ്മെൻറ്റിൽ നിന്ന് മാറിപ്പോകാം അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് ഇല്ലാതിരിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഈസ് വാട്ട് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഡു. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഡെവലപ്മെൻറ്റ് എക്കണോമിസ്റ്റുകൾ ചെയ്യുന്നത്, അതാണ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാൻ ക്രിയേറ്റ് ന്യൂ മോഡൽസ് ടൈലേർഡ് ടു സ്പെസിഫിക് സിറ്റുവേഷൻസ്. അതായത് വളരെ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ പുതിയ മോഡലുകളൊക്കെ സൃഷ്ടിക്കുകയും ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ സോൾവ് ചെയ്തിട്ട് ഗ്രോത്തിലേക്കും ഡെവലപ്മെൻറ്റിലേക്കും ഒക്കെ തന്നെ ഗതി തിരിച്ചുവിടുക, ആ ഒരു വേയിലേക്ക് ഓരോ കൺട്രീനെയും മാറ്റുക എന്നുള്ളതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. ഇനി ഈ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലോക്കേറ്റിംഗ് സ്കേഴ്സ് റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് വിഭവങ്ങളൊക്കെ തന്നെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയാം. അതുപോലെ വികസിത രാജ്യങ്ങളിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുക. Analyzing market constraints such as imperfect information and exploring development potential in LDCs. അതായത് വളരെ അപൂർണമായിട്ടുള്ള വിവരങ്ങൾ ഒക്കെ തന്നെ വിപണിയിലെ എല്ലാ ഇഷ്യൂസ് അല്ലെങ്കിൽ വിപണിയിലുണ്ടാവുന്ന പരിമിതികൾ ഒക്കെ തന്നെ വിശകലനം ചെയ്യുക. അതുപോലെ LDCs അതായത് ലോ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസിൽ അവിടെയൊക്കെ തന്നെ വികസനമായിട്ടുള്ള അതായത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലെ ഫോർത്ത് പറയുന്നത് ഗോയിങ് ബിയോണ്ട് ട്രഡീഷണൽ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് ഓർ പൊളിറ്റിക്കൽ എക്കോണമി ടു അഡ്രസ് സ്ട്രക്ചറൽ ചേഞ്ചസ് നീഡഡ് ടു ബ്രേക്ക് പോവേർട്ടി സൈക്കിൾസ് ആൻഡ് ഇംപ്രൂവ് വെൽ ബീയിങ് ഓഫ് ലാർജ് പോപ്പുലേഷൻ. അതായത് നമ്മൾ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള നിയോ ക്ലാസിക്കൽ ഇക്കണോമിക്സിനും അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ അപ്പുറത്ത് ദാരിദ്ര്യത്തിൻ്റെ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ തകർക്കാൻ ആവശ്യപരമായിട്ടുള്ള ഒരുപാട് പോളിസീസും മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക, അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ
വലിയ ജനസംഖ്യ ആയിരിക്കും ഓരോ നേഷൻസിനുള്ളത്. അവിടെയെല്ലാം ക്ഷേമം, വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നതും ഇതിൻ്റെ ഒരു സ്കോപ്പായിട്ട് പറയാം. ഡെവലപ്പിംഗ് പോളിസീസ് ദാറ്റ് പ്രൊമോട്ട് എക്കണോമിക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഫെസിലിറ്റേറ്റ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ സൊസൈറ്റി. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. ഇനി ഈ പോസ്റ്റ് വാർ തോട്ട്സ്, അതായത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഡിഫൈൻ ചെയ്യൽ പോസ്റ്റ് വാർ തോട്ട്സിലുള്ള കുറച്ച് പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലെങ്ങനെയാണ് പോസ്റ്റ് കൊളോണിയൽ ഡെവലപ്മെൻറ്റ് വരുന്നത്, ഒരു പുതിയ ഇൻ്റർനാഷണൽ ഓർഡർ, അതായത് വാറിന് ശേഷം ഒരു ഇൻ്റർനാഷണൽ ഓർഡർ തന്നെ ഉണ്ടാവുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട്, പിന്നെ പല നേഷൻസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻ്റർ ഡിപ്പെൻഡൻസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. സോ പോസ്റ്റ് കൊളോണിയൽ ഡെവലപ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള, നമ്മൾ പറഞ്ഞ പോലെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളും നമ്മൾ ഈ പറയുന്ന കൊളോണിയൽ പവറിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. സോ ഒരു കാലഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വർഷങ്ങളോളം ഇപ്പോൾ പറയുന്ന പോലെ കൊളോണിയൽ ഭരണത്തിൻ്റെ ഫലമായിട്ട് രാജ്യങ്ങൾ വളരെയധികം ഇക്കണോമിക്കലി തകർന്നു, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ പലപ്പോഴും ഇപ്പോഴത്തെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പല നേഷൻസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സസ്, എക്സ്പോർട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ ഇപ്പോഴും അത് ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് പോസ്റ്റ് കൊളോണിയൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊളോണിയൽ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇക്കണോമിക്കലി ഡൗൺ ആയി. നമ്മുടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രെയിൻ തിയറി ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് നമ്മളെ അത്രയും ചൂഷണം ചെയ്ത് ഒന്നും ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ അവരിവിടെ ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് ഇൻഡിപെൻഡൻറ്റ് കിട്ടിയ ശേഷം ഇവരിവിടെ നിട്ടിട്ട് പോവാണ്. അപ്പോൾ നമ്മളൊരു സാമ്പത്തികമായിട്ട് നമ്മളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവർ ചോർത്തിക്കൊണ്ട് പോയി, ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു സാമ്പത്തിക വെല്ലുവിളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതായത് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമാവുന്നു. അവിടെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമി ആയിട്ട് അത് മാറുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് അവരൊന്ന് ഡെവലപ്ഡ് ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡർ, പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം എന്ന് പറയാം. അതായത് നമ്മൾ ഈ പറയുമ്പോൾ എ ഡീകോളനൈസേഷൻ അൺഫോൾഡഡ്, ദർ വാസ് എ ഗ്രോവിംഗ് ഡിസയർ എമംഗ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് ടു എസ്റ്റാബ്ലിഷ് എ മോർ ഇക്വിറ്റബിൾ ഗ്ലോബൽ ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ ഈ കോളനികളിൽ നിന്നൊക്കെ അവർ മാറി ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറുമ്പോൾ ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്വതന്ത്രരായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് നേഷൻസും അണ്ടർ ഡെവലപ്ഡ് നേഷൻസും തമ്മിലുള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ്. Western nations, particularly the United States, offered financial assistance to poor countries aiming to promote economic stability and development. അതായത് വളരെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക്കലി നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ തന്നെ സാമ്പത്തികമായിട്ട് ഒട്ടും സ്റ്റേബിൾ അല്ലാതെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് പോലും എത്താൻ കഴിയാതെ നിൽക്കുന്ന പല പുവർ കൺട്രീസിനും അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. ഈ അമേരിക്കയും സോവിയറ്റ് റഷ്യയൊക്കെ തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും ഒക്കെ ഈ മത്സരത്തെ പ്രതിഫലിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് സോവിയറ്റ് റഷ്യയും, അതായത് നമ്മൾ പറയുന്ന റഷ്യയും യുണൈറ്റഡ് നേഷൻസും തമ്മിലായിരുന്നു അവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത്, മറ്റേ കോൾഡ് വാർ മുതൽ. അപ്പോൾ ആ ഒരു സമയത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓരോരുത്തരിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓരോ സഹായങ്ങൾ നൽകുക, അതുപോലെ തന്നെ അവരിൽ നിന്നും കുറച്ചുകൂടി റിസോഴ്സസ് കൈപ്പറ്റുക, തങ്ങളുടെ അധീനതയിലാക്കി നിർത്തുക. അതായത് ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി തങ്ങളുടെ അധീനതയിലാക്കി നിർത്തുക. അതായത് നമ്മളെ ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു നേഷനെ നമ്മൾ ഒരിക്കലും മറ്റൊരു നേഷൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ടോട്ടലി ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് ഉദ്ദേശിച്ചിട്ട് പല തരത്തിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അതിൽ കാണുന്നത്. സോ അതാണ് ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻസ് ആണ്, അതായത് പരസ്പരമായിട്ടുള്ള ആശ്രിതത്വം എന്നൊക്കെ പറയാം. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഓർഡർ മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് ബിക്കം എ കീ കൺസെപ്റ്റ്. ദിസ് ഐഡിയ റെക്കഗ്നൈസ്ഡ് ദാറ്റ് പ്രോസ്പെരിറ്റി ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് വാസ് ലിങ്കഡ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ്. അതായത് പ്രധാനമായിട്ടുള്ളൊരു ആശയമായിട്ട് ഇത് നിൽക്കുമ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ഈ അവികസിത രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് പലതരത്തിലും സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ഒരു ആശയമാണ് ഇൻ്റർഡിപ്പെൻഡൻസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട്
ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഡെപ്റ്റ് ക്രൈസിസ്, ഇക്കണോമിക് സ്ലോ ഡൗൺസ്, റൈസിങ് ഓയിൽ പ്രൈസസ്, അങ്ങനെ ഇൻ്റർ കണക്ഷൻസിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇക്കണോമിക് വേൾഡ് വൈഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അതായത് എസ് എ റിസൾട്ട് ഓഫ് ദർ വാസ് എ ഗ്രോവിംഗ് റെക്കഗ്നീഷൻ ഓഫ് നീഡഡ് for resources transfer from developed to underdeveloped countries to facilitate sustainable development and address global inequalities. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ വികസിത രാജ്യങ്ങളിൽ നിന്ന് അവികസിത രാജ്യങ്ങളിലേക്ക് പലതരത്തിലുള്ള വിഭവങ്ങളും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു മ്യൂച്വൽ ഇൻ്റർ ഡിപ്പെൻഡൻസിലാണ് സ്വീകാര്യത വരുന്നത്. അതായത് ഗ്ലോബലി എല്ലാവരും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് മൊത്തം ഒരൊറ്റ രീതിയിലായി മാറി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു കാര്യമായി. അപ്പോൾ മ്യൂച്വലി ഡിപ്പെൻഡബിൾ ആവുക അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അവിടെ എന്തായിരിക്കും, അവിടുത്തെ ജനങ്ങൾ പോവേർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള പണം കൊടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസോഴ്സസ് കൊടുക്കുക. ഇതിലൂടെയൊക്കെ തന്നെ എന്താണ് അവരൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുക എന്നുകൂടിയാണ് ഇതിൽ പറയുന്നത്. സോ ഡുവലിസം എന്ന് പറയുന്നത് despite efforts to promote economic development, many underdeveloped countries continue to experience dualism, characterized by the coexistence of advanced industrial sector and traditional, often agrarian economies. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ള വികസനം, അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള മറ്റുള്ളവരിങ്ങനെ ഉയർത്തി കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതിനിടയിൽ പല അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസും അവിടെ ഒരു ഡുവലിസം എന്നുള്ളൊരു പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് കൊടുക്കുന്ന എന്താണ്, വളരെയധികം ടെക്നോളജികളും അതുപോലെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവർ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ അപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള പല കാര്യങ്ങളും നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കാർഷികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുകയാണ്. അതായത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ മുകളിൽ വളരെയധികം ടെക്നോളജീസ് അല്ലെങ്കിൽ ഒരു നവീകരണം എന്നുള്ള രീതിയിൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരികയും കൃഷിയും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടെക്നോളജീസും കൊണ്ടുവന്നിട്ട് അതൊരു ഡുവലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ നിലനിൽപ്പിനും ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനും ഒക്കെ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് അത് അവിടെ നിന്നു എന്നുമാണ് പറയാൻ. അതായത് ഒരു നേഷൻ, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരിക്കും മെയിനായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. അവിടെ വലിയ ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഡെവലപ്ഡ് നേഷൻസ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അവിടെ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് കർഷകരും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനം ഫോളോ ചെയ്യുന്നവരും അല്ലാത്തവരും തമ്മിലൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ആ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാവുന്നത്. അതാണ് ഡ്യുവലിസം എന്ന് പറയുന്നത്. അടുത്ത നിയോ ലിബറലിസം ആണ്. In response to limitations of import substitutions policies and the challenges of debt crisis, neoliberalism emerged as a dominant economic ideology in the late 20th century. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസീസൊക്കെ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഡെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചലഞ്ചസിൻ്റെ ഒക്കെ തന്നെ ഇടയിലായിട്ട് അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് നിയോ ലിബറലിസം എന്നുള്ളൊരു കാര്യം വരുന്നത്. അപ്പോൾ നിയോ ലിബറലിസം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഫ്രീ മാർക്കറ്റുകൾ, കമ്പോളങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാണ്. പ്രൈവറ്റൈസേഷൻ അതുപോലെ തന്നെ ലിബറലൈസേഷൻ പോലുള്ള പരിപാടികൾക്കൊക്കെ തന്നെ ഇത് ഊന്നൽ നൽകുകയും വ്യാപാരം എന്ന് പറയുന്നത് വളരെയധികം കുറച്ചുകൂടി സിമ്പിളാക്കിയിട്ട് സർക്കാരിൻ്റെ ഇടപെടൽ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിയോ ലിബറലിസം എന്ന് പറയുന്നത്. Advocates argued that liberalizing trade and reducing government intervention would encourage investment, stimulate innovation and foster economic dynamism. എക്കണോമിക് ഡൈനാമിസത്തിനും ഇന്നോവേഷനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും ഒക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കുറയ്ക്കുകയും കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ്സ് വരികയും ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നാണ് നിയോ ലിബറലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെ ക്രിട്ടിക്സ് റേസ്ഡ് കൺസേൺസ് അബൌട്ട് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് നിയോ ലിബറലിസം പോളിസീസ് ഓൺ സോഷ്യൽ വെൽഫെയർ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ സോവറിനിറ്റി ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്.
നിയോ ലിബറൽ പോളിസീസ് ഒക്കെ തന്നെ വളരെയധികം നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, മേ ബി സോഷ്യൽ വെൽഫെയറിൽ അല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ സോവറിനിറ്റിയിൽ തന്നെ, അതായത് പരമാധികാരത്തിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുകൂടി നിയോ ലിബറലിസത്തിൻ്റെ ഒരു ക്രിട്ടിക്സ് പറയുന്നുണ്ട്.